ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചെയർ പൊട്ടി തല മതിലിൽ ചുമരിലിടിച്ചു. ടോട്ടൽ 32 രാഷ്ട്രങ്ങൾ, ഇന്ത്യ അല്ലാത്ത രാഷ്ട്രങ്ങൾ 32 രാഷ്ട്രങ്ങളിൽ പോയിട്ടുണ്ട്. പ്രിൻസിപ്പൽ അങ്ങനെ കമ്മിറ്റി അറിയാതെ കൈകാര്യം ചെയ്തു. അത് ഒരു ചർച്ചക്കും പ്രശ്നങ്ങൾക്കും പല തവണ ചെറുപണം ചെയ്തു. ഹൈദരലി ഷിഹാബിന്റെ നേതൃത്വത്തിൽ ലാസ്റ്റ് അന്തിമ തീരുമാനമെടുത്തു. എല്ലാം സമസ്തയുടെ കീഴിലാണ്. അതാണ് പിന്നീട് വാഫിയും സമസ്തയുമായുണ്ടായ ഒരു അകൽച്ച പ്രശ്നത്തിന്റെ കാരണം. ഏതൊരു വ്യക്തിയുടെയും അവന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന കുടുംബ പശ്ചാത്തലം. അപ്പോൾ ഉസ്താദ് ഇത്രയും കാലം പാണ്ഡിത്യ ജീവിതത്തിൽ വരുന്ന ഒരാളാണ്. അതേപോലെ തന്നെ പല കേരളത്തിൽ അങ്ങോളം നമ്മളുടെ സ്ഥാപനങ്ങളുടെ കോയ്യട്ടെ, പൊട്ടച്ചിറ, അൻവരിയ കോളേജിന്റെ ഒക്കെ പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ആളാണ്. അപ്പൊ ഉസ്താദിന്റെ വ്യക്തി പാണ്ഡിത്യ ജീവിതത്തിൽ ഉസ്താദിന്റെ കുടുംബ പശ്ചാത്തല കുടുംബത്തിന് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ വന്യരായ പിതാവ് ആദർശേരി TK കോയക്കുട്ടി ഹാജി, എൻ്റെ വന്യമാതാവ് നാദർശ്ശേരി തന്നെ സുറയ്യ ഹജിമ്മ. ഞാൻ അവരുടെ 12ാമത്തെ മോനാണ്. ഞാൻ സ്കൂളിലും മദ്രസയിലും നാട്ടിൽ 5ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നീട് ഹയാത്തുൽ ഇസ്ലാം മദ്രസ, നളന്ദ ഹൈസ്കൂൾ, ഇവിടെയാണ് ഞാൻ തൃശ്ശൂരിൽ പഠിച്ചത്. ഞാൻ എൻ്റെ മൂത്ത സഹോദരനാണ് ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിൽ ഒരു കാലത്ത് 50കളിൽ 50, 60, 70, 80കൾ വരെ ലാഷുവൊക്കെ അറിയപ്പെട്ട കേരളത്തിലെ സ്വന്തം അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് മാത്രം പ്രസംഗത്തിലൂടെ 3000-ൽ പരം മദ്രസ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതലും തൃശ്ശൂർ ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ ബാക്കിയാത്തിൽ പഠിക്കുന്നതിന് മുമ്പ് ഒരു വർഷം കാവ്യവും പള്ളി ദറസിൽ, കൊളവന്നൂർ പള്ളി ദറസിൽ, 2 വർഷം കായംകുളം ഹസനിയ അറബി കോളേജിൽ, 3 വർഷം പറയങ്ങാട് പള്ളി ദറസിൽ പഠിച്ചു. ബാക്കിയാത്തിൽ മുത്തവൂരിൽ ചേർന്നു, 2 വർഷം ബാക്കിയാത്തിലും പഠിച്ചു. ഇങ്ങനെ 9 വർഷമാണ് ദീനി പഠന രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഞാൻ ബാക്കിയാത്തിൽ നിന്ന് ബിരുദമെടുത്ത് നാട്ടിൽ വന്ന ശേഷം ആദ്യമായി ജോലി ചെയ്ത് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ 1ാമത്തെ ദർസയായിട്ടാണ്. 89 പേര് അവിടെ പഠിക്കാനുണ്ടായിരുന്നു. ഇതിൽ പ്രായമുള്ളവരും അവിടെ തന്നെ മുത്താലിമായി പഠിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്ന പല വയോധികന്മാരും ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഒരു വർഷം കഴിഞ്ഞ 2ാമത്തെ വർഷത്തിൽ ദർസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ നീര് വന്നു. അപ്പോൾ പേടിയായി. അപ്പൊ എൻ്റെ കൂടെ ബാക്കിയാത്തിൽ പഠിച്ചിരുന്ന പല വിദ്യാർത്ഥികളും സഹപാഠികളും എന്നെ ഈരാറ്റുപേട്ട നൂർഹുദ അറബി കോളേജിലേക്ക് ക്ഷണിച്ചു. ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ നൂർഹുദയിലെ അധ്യാപകനായി ചേർന്നു. പിന്നീട് പ്രിൻസിപ്പാൾ ഹജ്ജിന് പോയിരുന്നു. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം തന്നെ നിർബന്ധിപ്പിച്ചു എന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറഞ്ഞു. ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ അടിയന്തരാവസ്ഥ ടൈമായിരുന്നു. ഞാൻ അൽബല എന്ന് പറയുന്ന ഒരു വീക്കിലി കുവൈത്തിൽ നിന്ന് വന്നിരുന്നു. അതിലാദ്യമായി അൽ ഇന്തിഖാബാത്തുൽ ഖാദിമത്തുൽ ഹിന്ദിയ സുഖൂത്ത് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ ലേഖനം എഴുതി. അതവർ പ്രസിദ്ധീകരിച്ചു. പിന്നീട് അത്താഖിമുൽ ഇജ്ബാരിൽ ബശരി അൽ മുസ്ലിമീൻ സഞ്ജയ് ഗാന്ധി എന്ന് പറഞ്ഞ ലേഖനം എഴുതി. അതും പ്രസിദ്ധീകരിച്ചു. അപ്പൊ 3ാമതൊരു ലേഖനം എഴുതി അൽ ബാബത്ത് തുർക്കുമായി ന്യൂഡൽഹി എന്ന് പറഞ്ഞിട്ട് അതും പ്രസിദ്ധീകരിച്ചു വന്നു. പിന്നെ അദ്ദഅവ പേപ്പർ റിയാദിൽ നിന്ന് ഞാൻ വരുത്തുമായിരുന്നു. അതിൽ ഇതേപോലെ അൽ മുസാവാത്ത് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ലേഖനം എഴുതി. അൽ ഖുർആഉ സുബഅ അത് എഴുതി. അതേപോലെ അലാ ഇന്നമാ ഹദിഹി ഹംസത്തു ഇലാ റബ്ബിഹി മസ്സത്തിൽ ഹാജത്ത് എന്നൊക്കെ പറഞ്ഞ കവിത എഴുതി. ഇതാണ് എന്നെ ഗൾഫിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച വസ്തു. അങ്ങനെയാണ് ഞാൻ UAE പോയത്. അവിടെ ആദ്യമായി 2 വർഷം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. പിന്നീട് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സിൽ
ഖത്തീബ് വ വാഇദ് എന്ന് പറയുന്ന പോസ്റ്റിൽ ഞാൻ ജോലിയിൽ 21 വർഷം നിന്നു. അൽഹംദുലില്ലാ. ഞാൻ കഴിഞ്ഞ 98 ജനുവരിയിലാണ് ജോലി റിസൈൻ ചെയ്ത് എൻ്റെ ഉമ്മ വഫാത്തായപ്പോൾ എൻ്റെ മക്കളെ പരിപാലനം തദ്വിഷയമായി വളരെ ഞാൻ വേദനിച്ചു നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ചെറിയ ബിസിനസ്സുകളും ഏർപ്പാടുകളൊക്കെ മദ്രാസിലുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചു കുറച്ചു കാലം അത്തരം കാര്യങ്ങളൊന്ന് ലെവലാക്കാൻ വേണ്ടി അവിടെ കുറച്ച് ചെലവഴിച്ചു. പിന്നീട് വന്നിട്ടാണ് വളാഞ്ചേരി മർക്കത്ത് തർബിയത്തുൽ ഇസ്ലാമിയയുടെ നിർബന്ധപൂർവ്വം പാണക്കാട് തങ്ങളുടെ ഹൈദരലി ഷിഹാബിന്റെ നിർബന്ധത്തിന് വഴങ്ങി ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. അവിടെ ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഒരു BA ഫംഗ്ഷണൽ ഇംഗ്ലീഷും BS ബയോകെമിസ്ട്രി ഉണ്ടായിരുന്നു. അവിടെ ആർട്സ് കോളേജ് സെപ്പറേറ്റ് ബിൽഡിംഗ് കെട്ടി BA BBA BCA BCom BS മൈക്രോബയോളജി ബയോളജി സുവോളജി സോഷ്യോളജി ബയോകെമിസ്ട്രി കെമിസ്ട്രി തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ കൊണ്ടുവന്നു. PG ബ്ലോക്ക് അബുദാബിയിലെ ഷെയ്ഖ് മൻസൂറിനോട് ബന്ധപ്പെട്ട് ഒരു PG ബ്ലോക്ക് ഉണ്ടാക്കി. MA MCom MSc ബയോകെമിസ്ട്രി കെമിസ്ട്രി മൈക്രോബയോളജി ഇങ്ങനെ കോഴ്സ് 7 കോഴ്സുള്ള PG തുടങ്ങി. B.Ed-ൽ 2 കോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, അത് 5 ആക്കി വർദ്ധിപ്പിച്ചു. TTC അതേപോലെ 2 കോഴ്സ് ആയിരുന്നു, അത് 5 ആക്കി വർദ്ധിപ്പിച്ചു. ഇംഗ്ലീഷ് മീഡിയം 4 വരെ ഉണ്ടായിരുന്നുള്ളൂ, അത് 12 ആക്കി. മലയാളം മീഡിയം എഫ്ദുൽ ഖുർആൻ കോളേജ് സെപ്പറേറ്റ് ബിൽഡിംഗ് കെട്ടി. അവിടെ അറബി കോളേജിലും യതീം ഖാനയിലും ബോർഡിങ്ങിലും 3 വിധത്തിലുള്ള ഭക്ഷണമായിരുന്നു. അതെല്ലാം മാറ്റി ഒരേ ഭക്ഷണമാക്കി എല്ലാവർക്കും 1500 പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാനും ഒരു 5 മിനിറ്റ് കൊണ്ട് 150 ഇഡ്ഡലിയോ പുട്ടോ 20 മിനിറ്റ് കൊണ്ട് 600 പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാവുന്ന ബിരിയാണിയോ മറ്റോ സംവിധാനങ്ങളൊക്കെ ആധുനിക കിച്ചൺ സൗകര്യം ചെയ്തു. എല്ലാ ബിൽഡിങ്ങിനും കോമ്പൗണ്ട് വാൾ കെട്ടി ഗേറ്റ് വെച്ചു. അൽഹംദുലില്ലാ എന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് അവിടെ നിന്ന് ബിരുദെടുത്ത് അവിടെ അറബിക് കോളേജ് പട്ടിക്കാടിന്റെ സിലബസ് ആയിരുന്നു. പിന്നീട് അവിടെ ആണെന്ന് വാഫിയുടെ തുടക്കം. പിന്നെ പല ആ കോഴ്സ് അന്വേഷിച്ചു വന്ന കുറെ ആൾക്കാർക്ക് കമ്മിറ്റിയായിരുന്നു കോഴ്സ് കൊടുക്കേണ്ടത്. ദാറുൽഹുദ പോലെ ദാറുൽഹുദയുടെ ബ്രാഞ്ചുകളൊക്കെ അംഗീകാരം കൊടുത്ത കമ്മിറ്റിയാണ്, പ്രിൻസിപ്പാൾ ബഹാവുദ്ദീൻ ഉസ്താദ് അല്ല. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ അംഗീകാരം മറ്റ് ജൂനിയർ കോളേജുകൾക്ക് കൊടുത്ത കമ്മിറ്റിയാണ്, പ്രിൻസിപ്പാൾ അല്ല. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല. അത് ഇതിന്റെ പ്രിൻസിപ്പാൾ അങ്ങനെ കമ്മിറ്റി അറിയാതെ കൈകാര്യം ചെയ്തു. അത് ഒരു ചർച്ചക്കും പ്രശ്നങ്ങൾക്കും പല തവണ ചർവണം ചെയ്തു. സർട്ടിഫിക്കറ്റ് അങ്ങനെ ഇത് അന്വേഷിച്ചു വന്നവരുന്നൊക്കെ 3 നാളത്തൊരു കമ്മിറ്റി ഉണ്ടാക്കി CIC പേരിട്ടു. അവര് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സംവിധാനം. ഈ സ്ഥാപനത്തിൽ പഠിച്ച സ്ഥാപനത്തിന്റെ പേര് കൃത്യമായിട്ടോ മറ്റോ ഇല്ലാതെ അതിന് പല ചർച്ചകളും ചർവണങ്ങളും ചെയ്തു. ഹൈദരലി ഷിഹാബിന്റെ നേതൃത്വത്തിൽ ലാസ്റ്റ് അന്തിമ തീരുമാനം എടുത്തു. എല്ലാം സമസ്തയുടെ കീഴിലാണ്. അപ്പൊ സമസ്ത കേരള തഹത്ത് ഇഷ്റാഫി ജമീത്ത് വന്ന് എഴുതുക എന്ന ഐക്യകണ്ഠേന പാസ്സാക്കിയെങ്കിലും അതും പിന്നെ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കാതെ വന്നു. അതാണ് പിന്നീട് വാഫിയും സമസ്തയുമായുണ്ടായ ഒരു അകൽച്ച പ്രശ്നത്തിന്റെ കാരണം. അത് ധിക്കാരപൂർവ്വം അത് തങ്ങൾ പറഞ്ഞതിനെ തള്ളിക്കളഞ്ഞു. ഹൈദരലി ഷിഹാബിനെ സ്വീകരിച്ചില്ല. ഇതാണ് ഉണ്ടായത്. അപ്പോ അൽഹംദുലില്ലാ സ്ഥാപനം ഭംഗിയായി നടക്കുന്നു. മർക്കസ് എന്ന് പറയുന്നു. ഇപ്പോ പിന്നെ പൊട്ടച്ചറ അൻവരിയന്റെ പ്രസവസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാ ഭംഗിയായി നടക്കുന്നു. ഈ വർഷവും 400 കുട്ടികൾ മുത്തൂബിലേക്ക് വന്നിരുന്നു. നമുക്ക് ആവശ്യം 120 കുട്ടികളാണ്. ഒരു 10-68 കുട്ടികൾ പഴയ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. മുഖ്തസിൽ നിന്ന് കാര്യം വന്നാൽ ഇങ്ങനെ അതും ഭംഗിയായി നടക്കുന്നു. കുഴപ്പമില്ല. അൽഹംദുലില്ലാ അവിടെ പോയാൽ വന്ന ശേഷം സൗകര്യാർത്ഥം വലിയൊരു ബിൽഡിങ് നമ്മുടെ ഒരു കൂട്ടുകാരനെ കൊണ്ട് കെട്ടിച്ചു. അതിന്റെ താമസിയാതെ ഉദ്ഘാടനം ഉണ്ടാവും. അങ്ങനെ അൽഹംദുലില്ലാ ഇങ്ങനെ ഇതാണ് എൻ്റെ പഠന അധ്യാപന പ്രവർത്തന ജീവിതത്തിന്റെ ഷോർട്ട്. ഉസ്താദിന് ഈ അടുത്തായിട്ട് ഇങ്ങനെ കുറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉസ്താദ് ഈ അടുത്തായി വളരെ വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടോ അഡ്മിറ്റ് ആവുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഉസ്താദ് എന്നിട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു കവിത എഴുതുകയും ഡോക്ടർമാരൊക്കെ അത് കേൾക്കുകയും ചെയ്ത് വീഡിയോ വൈറലായിരുന്നു സോഷ്യൽ മീഡിയ ഒക്കെ. ഉസ്താദ് അങ്ങനെ ആ ഒരു അനുഭവത്തെ കുറിച്ചിട്ട് എന്തൊക്കെയാണ്? ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ ജ്യേഷ്ഠനാണ് താമസിക്കുന്നത്. അവിടെ ഇരുന്ന് പ്ലാസ്റ്റിക് ഫൈബർ ചെയറിലിരുന്ന് സമത് പൂക്കോട്ടൂരുമായിട്ട് ഞങ്ങൾ
ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചെയർ പൊട്ടി തല മതിലിൽ ചുമരിലിടിച്ചു. അങ്ങനെ കോട്ടക്ക അൽമാസിലും പെരിന്തൽമണ്ണ മൂലാലയിലും കാണിച്ചു, CT എടുത്തു. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. മദ്രാസിൽ പോയി MRI എടുത്തു. അപ്പോ 2 തവണയായിട്ട് 600 മില്ലി രക്തം തലച്ചോറിൽ നിന്ന് എടുത്തു, പൈപ്പ് ഇട്ടിട്ട്. പക്ഷെ അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണം, നിർബന്ധമാണ് എന്ന്. 20%, 20% പ്രതീക്ഷയുള്ളൂ, 80% പ്രതീക്ഷയില്ല, നിങ്ങളുടെ ഇഷ്ടം. ചെയ്തിട്ടില്ലെങ്കിൽ 1 മാസം. അപ്പൊ എന്റെ മക്കൾ ധൈര്യപ്പെട്ട് അവൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അനുമതി കൊടുത്തു. അതിന്റെ 2020 സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ മർക്കസിൽ നിന്ന് വീട്ടിൽ ചെന്ന് ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ 2-3 തവണ ഛർദ്ദിച്ചു. അങ്ങനെ വീട്ടിൽ ഒരു ജോലി ചെയ്യുന്ന പയ്യൻ ഉണ്ടായിരുന്നു, അയൺ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ഷർട്ടുകൾ. അവന് ഭക്ഷണം കൊണ്ടു വെച്ചിരുന്നു. അവനെ വിളിച്ചു, അവനെ ഭാര്യനെ വിളിക്കാൻ പറഞ്ഞു. അവര് കിച്ചണിലായിരുന്നു. അവര് വന്നു. ഞാൻ ഛർദ്ദിച്ചു. പിന്നെയും ഛർദ്ദിച്ചപ്പോ ആശുപത്രിയിൽ വന്നു. അപ്പോ വരുന്നത് വണ്ടി കയറിയത് ഓർമ്മയുണ്ട്. അത് വലിയ അറ്റാക്കായിരുന്നു. 99% അറ്റാക്ക് വന്നിരുന്നു. അങ്ങനെ ആശുപത്രിയിലെത്തി. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കേരളക്കരയിലെ ഒരുപാട് നിങ്ങളെപ്പോലെയുള്ള മുത്താലിമുകളുടെയും ഉസ്താദുമാരുടെയും പ്രാർത്ഥന ആയിരിക്കാം ഞാൻ രക്ഷപ്പെട്ടു. അതിന് ശേഷം എൻ്റെ വലത് കാലില് ഇങ്ങനെ ഒരു ചുവപ്പ് കളർ വന്നു. വല്ലാത്ത വേദന സഹിക്കാൻ കഴിയാതെ അതിനും അൽമാസിൽ അഡ്മിറ്റ് ചെയ്ത് കിടന്നു. പിന്നീട് മദ്രാസിൽ പോയി സെന്റ് ഇസ്മേഴ്സ് ഹോസ്പിറ്റലിൽ കാണിച്ചു. ന്യൂറോ ഹെഡ് ഡോക്ടർ മാൽക്കം ജയരാജ് എന്ന് പറയും. അദ്ദേഹം അങ്ങനെ നട്ടലിന് 2 ഇഞ്ചക്ഷൻ ചെയ്തു. അത് ഭേദമായി രക്ഷപ്പെട്ടു. പിന്നീടാണ് ഈ തലയുടെ ഈ പ്രശ്നം വന്നത്. ഇത് 2023 മെയ് മാസത്തിലാണ്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. 9 മണിക്ക് കാലത്ത് തിയേറ്ററിൽ കയറ്റി 11 മണിക്ക് രാത്രി തിരിച്ചു കൊണ്ടുപോകണം. പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ അവർ വിളിച്ച് ഇങ്ങനെ പേര് വിളിച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആരാധ ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. അവരുടെ ഫോൺ നമ്പർ അറിയാമോ ചോദിച്ചു. അത് പറഞ്ഞു കൊടുത്തു. 5 വയസ്സുള്ള എന്തെങ്കിലും ഒരു കാര്യം ഓർക്കുന്നുണ്ടോ ചോദിച്ചു. 2 വയസ്സുള്ളത് പറഞ്ഞാണോ? 2 വയസ്സുള്ള 2 കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർക്ക് മഹാത്ഭുതം തോന്നി. ഒന്നും സംഭവിച്ചിട്ടില്ല, മെമ്മറിക്കൊന്നും പറ്റിയിട്ടില്ല. അഥവാ ബാക്കിയാവാണെങ്കിൽ തന്നെ മെമ്മറി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു കിടക്കും എന്നൊക്കെയായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. അതെല്ലാം മാറി അൽഹംദുലില്ലാ. പലരുടെയും പ്രാർത്ഥന കൊണ്ട്, ഒരുപാട് മഹാന്മാരുടെ മഹത്തുക്കളുടെ വിദ്യാർത്ഥി പണ്ഡിതന്മാർ, നേതാക്കന്മാർ, നല്ലവരായ മുഅ്മിനുകൾ മുഅ്മിനാത്തുകളുടെ പ്രാർത്ഥന അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിച്ചു. ഞാൻ രക്ഷപ്പെട്ടു, തിരിച്ചെത്തി. അതാണ് രോഗ വിവരം. ഇപ്പോഴും വേണ്ടത്ര ആരോഗ്യം വന്നിട്ടില്ല. വലതുസൈഡിന് ക്ഷീണം ഉണ്ട്. എന്നാൽ ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ നോക്കാറുണ്ട്, കൂടുതൽ ശ്രദ്ധിക്കാറില്ല. മർക്കസിലൊക്കെ ഒന്ന് പോയി വരും, മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുടെ എല്ലാവരും അവർ നിർബന്ധമുള്ള ചെയ്തു പോകും. പൊട്ടച്ചിറയിൽ പോകും, ഒന്ന് നിയന്ത്രിക്കും. വൈസ് പ്രിൻസിപ്പാളുണ്ട്. ചിലപ്പോൾ ചില അരമണിക്കൂർ 1 മണിക്കൂറോ ക്ലാസ് എടുത്തു കൊടുക്കും. ആരോഗ്യം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അൽഹംദുലില്ലാ മുന്നോട്ട് പോകുന്നു. ഉഷാവറുടെ യോഗത്തിന് പോകും, വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിന് പോകും. സമസ്ത പ്രൊഫസലിന്റെ ചെയർമാൻ ഞാനാണ്. അതിന്റെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോവും. ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പോകും. ഇൻഷാ ഇതാണ് അവസ്ഥ. ഉസ്താദ് ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പൊ റഷ്യ, പോർച്ചുഗൽ, സ്പെയിൻ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഉസ്താദ് പോയിട്ടുണ്ട്. അപ്പോ അവിടുത്തെ ഒക്കെ ഉസ്താദിന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയാൻ. ഞാന് ടോട്ടൽ 32 രാഷ്ട്രങ്ങൾ, ഇന്ത്യ അല്ലാത്ത രാഷ്ട്രങ്ങൾ 32 രാഷ്ട്രങ്ങളിൽ പോയിട്ടുണ്ട്. അവിടൊക്കെയും മതപ്രബോധന രംഗത്ത് അവരെക്കാളൊക്കെയോ എത്രയോ മുന്നിലാണ് നമ്മുടെ ഇന്ത്യ, വിശിഷ്യ കേരളം. പക്ഷേ കേരളക്കരയെ കുറിച്ച് എന്റെ പഠനത്തിൽ ഇവിടെ മതബോധീയ സമന്വയം എന്നതിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയ, ഒരുപാട് കോടികൾ നേടിക്കൊടുത്ത, ആ ആശയം മുമ്പോട്ട് വെച്ച വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ ഞാനിപ്പോൾ ഖേദിക്കുന്നു പല സ്ഥാപനങ്ങളുടെയും കുട്ടികളുടെ പോക്ക്. പരിശുദ്ധ ദീന് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ അസ്തമിച്ചു, അസ്ർ കഴിഞ്ഞു, ഇനി അസ്തമിക്കാനാണ്. അസ്തമയം കാത്തിരിക്കുക. ഇവിടുന്ന് പോകുമ്പോൾ അത് നിങ്ങളെപ്പോലുള്ള ഈ യുവാക്കളായ മക്കളിൽ ഇത് ഏൽപ്പിച്ചു തരണം. ആ മുന്നോട്ട് പോകണം.
പ്രവാചക പ്രഭുവിന്റെ കാലത്ത് പരിശുദ്ധ ഇസ്ലാം കടന്നു വന്ന നാടാണ് നമ്മുടെ കേരളം, മലബാർ. അതിവിടെ നിലനിൽക്കണം, അത് അതിന്റെ അന്തസത്തയോട് കൂടി തന്നെ നിലനിൽക്കണം. ഇവിടെ തെറ്റുകൾ കാണുമ്പോൾ MESന്റെ വഴിവിട്ട പോക്കാണെന്ന് സമസ്ത പറഞ്ഞപ്പോൾ ഒന്നര ബാഫിക്കത്തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യോഗം വിളിച്ചു. അതിൽ നിന്ന് രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു. തങ്ങൾ, പൂക്കോയ, CH ഇങ്ങനെ അതിന്റെ ആൾക്കാരൊക്കെ രാജിവെച്ചു. മനസ്സിലാക്കണം, സമസ്യയുമായിട്ട് അകന്നൊരു ചുറ്റുപാടിലേക്ക് APയും ഏതാനും 5 പണ്ഡിതന്മാരും ഇഷാറയിൽപ്പെട്ട അവർ 6 പേര് പോയിട്ട് മറ്റൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയും ഒരു സംഘടിത രൂപം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ സമസ്ത പറഞ്ഞു അവര് എറണാകുളത്ത് സമ്മേളനം വെക്കുന്നുണ്ട്, ഇപ്പൊ വെക്കണ്ട എന്ന് കേൾക്കാതെ വെച്ചു. സമസ്തയുടെ ആൾക്കാരും പോകരുത് എന്ന് ആ സമസ്ത മുഷാവറ തീരുമാനിച്ചപ്പോ അന്യരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു സമസ്ത പറഞ്ഞത് സ്വീകരിക്കണം, ആരും പോകരുത്. ഇങ്ങനെ സമസ്ത ഇതാണ് നമുക്ക് നിസ്കരിക്കാൻ, മൂത്രമൊഴിക്കാൻ, ഉതുടുക്കാൻ, ഔറത്ത് മറക്കാൻ, ഭക്ഷണം കഴിക്കാൻ, വിവാഹം ചെയ്യാൻ, സന്താന പരിപാലനം നമ്മുടെ ദീനി മേഖല നമുക്ക് പഠിപ്പിച്ചത്. ആ പ്രസ്ഥാനം നയിക്കാൻ അർഹരായ 40 പണ്ഡിതന്മാരാണ് മുഷാവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ കീഴിൽ ഒരുപാട് പോഷക ഘടകങ്ങളുണ്ട്. സുന്നിവാല സംഘം, സുന്നി മാലിന്യ ഫെഡറേഷൻ, ഇങ്ങനെ വിദ്യാഭ്യാസ ബോർഡ്, അങ്ങനെ ഒരുപാട് സംഘടനകൾ. അതിന്റെ 14ാമത്തെ പോഷക സംഘടനയാണ് പ്രവാസി സെൽ, അതിന്റെ ചെയർമാൻ ഞാനാണ്. അപ്പൊ അൽഹംദുലില്ലാ ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോ വഖഫിന്റെ കാര്യത്തിൽ 10 പേരുടെ അപേക്ഷയാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. 5ാമത്തെ സമസ്തയുടേതാണ്. അപ്പൊ അൽഹംദുലില്ലാ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ സമസ്ത എന്ന് പറയുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകണം. നമുക്കിവിടെ രാഷ്ട്രീയപരമായിട്ട് മുസ്ലിങ്ങൾക്ക് ഭരണഘടന അനുവദിച്ച ഒരുപാട് കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. അത് നേടിയെടുക്കാൻ നമുക്ക് ആള് വേണം. അതിന് വേണ്ട കുട്ടികളാണ്, ആളുകളാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ആ സംഘടന തളരാൻ പാടില്ല, അത് നിലനിൽക്കും. പക്ഷേ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവര് സമസ്തയെ തള്ളരുത്. ഇവിടെ ബന്ദിനായ സഹാബ കിറാം മുതൽക്ക് 1921 വരേക്കും എന്താണോ അഷ്റഫ് അൽക്കും സഹാബത്തും എങ്ങനെയാണോ ഖുത്ബ ഓതിയത്, ഏത് ഭാഷയിലാണോ ഓതിയത്, എന്താണോ പ്രവർത്തിച്ചത് അവർ പഠിപ്പിച്ചെന്നായിരുന്നു കേരളത്തിൽ. പിന്നീട് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇങ്ങനെ ഹജ്ജിന് പോയപ്പോൾ റഷീദ് റിളായുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്വാനിയുടെയും ചില കുത്തയ്യിബാത്ത് ബുക്ക്ലെറ്റുകൾ അവരിവിടെ കൊണ്ടുവന്നു. ഇവിടെ ഇങ്ങനെ പുതിയൊരു ആശയം മുഹാബിസം ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതിന് കെ മൗലവിയെ കൂട്ടുപിടിച്ചു. ആ മനുഷ്യൻ അപ്പോഴാണ് മന്ദിരായ പാങ്കിൽ അഹമ്മദ് കുട്ടി ഹുസൈൻ, വരക്കൽ വെള്ളിക്കുള തങ്ങളൊക്കെ കണ്ട് അങ്ങനെ അബ്ദുൽ ബാരി ഇങ്ങനെയുള്ള പ്രമുഖരായ കേരളീയ പണ്ഡിതന്മാരും സാധാത്തുക്കളും ചേർന്ന് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം 1926 ഫെബ്രുവരി 26 സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം വന്ന സംഘടനകൾ ഒരുപാടുണ്ട്. മുസ്ലിം ലീഗൊക്കെ അതിനുശേഷം വന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഉപ്പി സാഹിബ്, പോക്കർ സാഹിബ്, ഷീരി സാഹിബ്, ഔക്കാദർ കുട്ടിനഹ, MK ഹാജി, ഇപ്പോഴുള്ള KPA മജീദ്, ഇപ്പോഴുള്ള അബ്ദുൾ റബി, ഇവരൊക്കെ മുജാഹിദീങ്ങളാണ്. അവരൊന്നും സമസ്തയെ തൊട്ട് കളിച്ചിട്ടില്ല. ഒരക്ഷരം സമസ്തയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല. അതിനെ ആദരിക്കുകയാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ചുറ്റുപാട് ലീഗ് നേതാക്കളും അതിന്റെ പ്രവർത്തകന്മാരും ചിന്തിക്കേണ്ടതാണ്. സമസ്യയേക്കാൾ വലുതല്ല ആരെങ്കിലും ഒരു പണ്ഡിതനോ അതല്ലെങ്കിൽ 4 ചാവേറുകളോ, അത് മനസ്സിലാക്കും. ഇവിടെ ദീനീ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അതിന്റെ കീഴിൽ വളർന്നു വന്ന പ്രസ്ഥാനങ്ങളാണ് ഇവിടെയുള്ള ദീനീ പ്രസ്ഥാനങ്ങൾ. 11,000-ഓളം വരുന്ന മദ്രസകളും ഒരുപാട് അറബിക് കലാലയങ്ങളും. നമുക്ക് ദീന് അതിവിടെ നിലനിൽക്കണം. വരുന്ന തലമുറക്ക് ഇതിനെല്ലാം കൈമാറണം. അത് പ്രവാചകരിൽ നിന്ന് എങ്ങനെയാണോ നാം പഠിച്ച സഹാബാക്കൾ പഠിപ്പിച്ചെന്ന് താബീങ്ങൾ ഇന്ന് വരെ വന്ന് അതാ നിലക്ക് തന്നെ നിലനിൽക്കണം. അതിലുള്ളതായിരിക്കുന്ന കള്ളക്കൈ വീണിട്ടുണ്ട് പല ഉത്തര പ്രസ്ഥാനക്കാരാലും. അത് പാടില്ല. അതിനെ തടുക്കാനാണ് സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സമസ്തന്റെ കൂടെ നാം ഒക്കെ നിൽക്കണം. മനസ്സിലായില്ലേ? എന്നല്ലാതെ അതിന് പാര വെച്ചുകൊണ്ട് പാര പണിത് അതിനെ കുറ്റം പറഞ്ഞ് പുച്ഛിച്ചു ഫോണമ്മ കളിക്കുന്ന ഞാണമ്മ കളിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാക്കാനല്ല.
ആലിമീങ്ങളെയും സമസ്ത നേതാക്കളെയും പുച്ഛിച്ചുകൊണ്ട് പലതും മനസ്സിലായില്ലേ, നായ പട്ടി പോലുള്ള സംബോധന വരെ ചെയ്ത വിദ്യാർത്ഥികൾ നമ്മുടെ കലാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. ചില കലാലയങ്ങളിൽ അതല്ല, അത് നാം ഉദ്ദേശിച്ചിട്ടില്ല, അത് തെറ്റാണ്. അതല്ല നാം ഉദ്ദേശിച്ചത്. അതിനല്ല ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ ഉണ്ടാക്കിയത് ദീനീ ബോധമുള്ള വരും തലമുറക്ക്, സമുദായത്തിന് ഉപകരിക്കുന്ന, മാതാപിതാക്കൾ ഉപകരിക്കുന്ന, മുൻഗാമികൾക്കും ഇനി വരാനിരിക്കുന്ന തലമുറക്കും ഉപകാരപ്രദമായ ദീനീ ബോധമുള്ള, ഇന്നത്തെ ആധുനിക ലോകത്ത് അത്യാവശ്യമാണ് ഭൗതിക വിജ്ഞാനം, ആവശ്യമായ ഭൗതിക വിജ്ഞാനം ഉള്ള നല്ലൊരു തലമുറയാണ് നാം വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാവട്ടെ ഈ കുണ്ടൂർക്കരയുടെ, ദാറുൽ ഹിദായയുടെയും മറ്റും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ലക്ഷ്യം. അതിന് എല്ലാവരും സഹകരിക്കണം. അതേപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പാവപ്പെട്ടവർക്ക് അസംബ്ലിയിലും പാർലമെന്റിലും ഒരു ശബ്ദം വേണം, നേടിയെടുക്കണം. അവർ ആ മാന്യത പുലർത്തി അവർ നിൽക്കണം. അതേപോലെ സമസ്യയിൽ നമ്മൾ എന്താ വരുന്നത്, ഈ പരസ്പരം പോരടിക്കുക, അതിന് കണിവെക്കാൻ വേണ്ടി, സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടിയിട്ട് അതിന് പാറവെക്കാൻ വേണ്ടി പണിയുന്ന പലരും ഉണ്ട്. അവരെ ബോധപൂർവം തിരിച്ചറിയണം എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഇതുവരെ ഇവിടെ അഭിസംബോധന ചെയ്ത നമ്മുടെ ആദർശ ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇനിയും ഇതേപോലെയുള്ള സമസ്തയുടെയും അതുപോലെ പാണ്ഡിത്യ ജീവിതവും നയിച്ചുകൊണ്ട് ദീനിനും സമുദായത്തിനു വേണ്ടി നല്ലത് ചെയ്യാനും സേവനമനുഷ്ഠിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.